ഏവർക്കും നമസ്കാരം, സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. യേശു അവിടം വിട്ട് സോർ സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. ആ ദേശത്തു നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്ന് അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം ഉണ്ടായിരിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞു. അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. അവൻ്റെ ശിഷ്യന്മാർ അടുക്ക വന്ന്, അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്നവനോട് അപേക്ഷിച്ചു. അതിനവൻ, ഇസ്രയേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ അവൾ വന്ന്, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. അവനോ, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. അതിന് അവൾ, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലിയത്, നിൻ്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. അല്പം വെല്ലുവിളികൾ ഉൾക്കൊള്ളുന്ന ഒരു സംഭവമാണ് ഇത് എന്ന് പ്രത്യേകമായി എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഒരുപക്ഷെ നമുക്ക് യേശുവിനെ പറ്റിയുള്ള ധാരണകളെ അല്പം പിടിച്ച് കുലുക്കുന്ന, അല്ലെങ്കിൽ കുലുക്കുവാൻ പര്യാപ്തമായ ഒരു സംഭവമാണിത് എന്നതും വളരെ പ്രത്യക്ഷമാണ്. നാം യേശുവിനെ പറ്റി സുവിശേഷങ്ങളിലാകുവാനും ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് അവൻ്റെ സാർവലൗകികതയാണ്. യേശു യഹൂദന്മാരുടെ രാജാവായി പിറന്നു എന്ന് ആദ്യം ഒരു ധാരണയുണ്ടായിരുന്നുവെങ്കിലും അങ്ങനെയല്ല. അവൻ ജീവനോട് താല്പര്യമുള്ള എല്ലാവരുടെയും ജീവൻ്റെ രാജാവായിട്ടാണ് കടന്നു വന്നത്. അതുകൊണ്ട് ഒരു ജനതയുടെയോ ഒരു വർഗത്തിൻ്റെയോ ഒരു ഗോത്രത്തിൻ്റെയോ പരിധിക്കുള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്വഭാവമോ ആത്മീയമായ ദർശനമോ ദൗത്യബോധമോ യേശുവിനില്ലായിരുന്നു എന്നത് നമുക്ക് വളരെ വ്യക്തമാണ്. ആ ധാരണയ്ക്ക് ഘടകവിരുദ്ധമായ ഒരു സംഭവമാണ് എന്ന് നമുക്ക് തോന്നിക്കാവുന്ന വിധത്തിലാണ് മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നിന്ന് ഞാനിപ്പോൾ വായിച്ച ആ സംഭവം നമ്മുടെ ശ്രദ്ധയിൽ ഇപ്പോൾ നിൽക്കുന്നത്. ഇസ്രയേലിൻ്റെ കാണാതെ പോയ ആടിനെ അന്വേഷിക്കാൻ മാത്രമാണ് താൻ വന്നത് എന്ന് യേശു പറയുന്നത്. ഏതർത്ഥത്തിലായിരിക്കണം? എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അവൻ തൻ്റെ ശിഷ്യന്മാരോടാണ് ഇത് പറയുന്നത്. കന്യാന്യ സ്ത്രീ വന്ന് അവളുടെ മകളുടെ വിഷമമേറിയ അവസ്ഥയെപ്പറ്റി യേശുവിനെ ഉണർത്തിക്കുന്നു, അല്ലെങ്കിൽ അറിയിക്കുന്നു. യേശു അവളോട് പ്രതികരിക്കുന്നില്ല. അവൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് വളരെ അപൂർവമായ ഒരു സാഹചര്യമാണ്. യേശു അങ്ങനെ ആരോടും പ്രതികരിക്കാതിരുന്നതായി നാം കാണുന്നില്ല. യേശു ഒരു വ്യക്തിയോട് പ്രതികരിക്കാതിരുന്ന ഏക സംഭവം ഇതാണ്. മറ്റേതെങ്കിലും ഒരു സംഭവം ഇതിനോട് സമമായി 4 സുവിശേഷത്തിലുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. യേശു എപ്പോഴും പ്രതികരിക്കുന്ന ആ സ്വഭാവമുള്ളയാളാണ്. അവൻ പ്രതികരിച്ചേ മതിയാകും. എന്തുകൊണ്ടാണ് മനഃപൂർവ്വമായ യേശു ഈ ഒരു സാഹചര്യത്തിൽ, ഈ സംഭവത്തിൽ ഒരു സ്ത്രീ വിളിച്ചുകൊണ്ട്, മാറത്തടിച്ച് വിലപിച്ചുകൊണ്ട്, അവളുടെ മകളുടെ ദുരവസ്ഥ കണ്ട് സഹിക്കാൻ വയ്യാതെ ദൂരദേശത്ത് നിന്ന് വന്ന് അവൻ്റെ സഹായം അഭ്യർത്ഥിക്കുമ്പോൾ യേശു അവളോട് എന്താണ് പ്രതികരിക്കാത്തത്? ഇത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. ഇതെൻ്റെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടത് വളരെ നാൾക്ക് ശേഷമാണ്. നാം വേദപുസ്തകം വായിക്കുമ്പോൾ അത്ഭുതകരമായ ഒരു യാഥാർത്ഥ്യം, എത്ര തവണ ആവർത്തിച്ച് നമ്മൾ വായിച്ചാലും വായിക്കും തോറും നാം വായിച്ച ഭാഗങ്ങളുടെ തന്നെ ചില പ്രത്യേക അംശങ്ങൾ പൂർവാധികമായ പ്രസക്തിയോടെ നമ്മുടെ ശ്രദ്ധയിൽ അത് പൊന്തി വരും. അതിനെ പിന്തുടർന്ന് നാം ചിന്തിക്കുമ്പോൾ അതുവരെ മനസ്സിലാക്കാത്ത കാര്യങ്ങൾ മനസ്സിലായിക്കൊണ്ടേയിരിക്കും.
ഇത് വചനം ജീവിക്കുന്ന വചനമാണ് എന്നതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ്, അല്ലെങ്കിൽ അനുഭവമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ യേശുവിനെ പറ്റി ഞാൻ എൻ്റെ കഴിഞ്ഞ കാല അന്വേഷണങ്ങളുടെ, ധ്യാനത്തിൻ്റെ, ചിന്തകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നൊരു കാര്യം, യേശു ഒരു സാഹചര്യം കൈകാര്യം ചെയ്യുമ്പോൾ അത് ഒരു അധ്യാപകനായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. യേശു ആത്യന്തികമായി ഒരു അധ്യാപകനായിരുന്നു, ഒരു ഗുരുവായിരുന്നു. നമുക്കറിയാം യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ 3 പ്രധാനപ്പെട്ട ഘടകങ്ങൾ. അവൻ ജനങ്ങളെ ഉത്ബോധിപ്പിച്ചു, അവൻ അത്ഭുത ക്രിയകൾ ചെയ്തു, അവൻ ക്രൂശിൽ മരിച്ചു. ഹി ടോട്ട്, ഹി ഡിഡ് മൈറ്റി തിങ്സ്, ഹി ഡൈഡ് ഓൺ ദ ക്രോസ്. ഇത് 3 ഭാഗമാണ്. മരിച്ചതിൻ്റെ ഭാഗമായി ഉയർത്തെഴുന്നേറ്റു. അത് രണ്ടും ഒന്നായിട്ട് നമുക്ക് എടുക്കുന്നതായിരിക്കും ഉത്തമം. ഹി ടോട്ട്, ഹി ഡിഡ് മിറക്കിൾസ്, ഹി സഫേർഡ്, ഡൈഡ് ആൻഡ് റോസ് അഗൈൻ. അപ്പോൾ ഈ 3 ഘടകങ്ങൾ. ഇതിൽ അത്ഭുത പ്രവൃത്തികൾ ചെയ്യുന്നതിനേക്കാൾ യേശു ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചിരുന്നത് പഠിപ്പിക്കുന്നതിലാണ്, ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്നതിലായിരുന്നുവെന്ന് സുവിശേഷങ്ങളോട് അല്പമെങ്കിലും പരിചയമുള്ളവർ പെട്ടെന്ന് തിരിച്ചറിയുന്നതാണ്. മാത്രവുമല്ല, യേശു അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ പോലും അത് പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ചെയ്തത് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. നിങ്ങൾ ഏത് അത്ഭുത പ്രവൃത്തിയും ഏത് മിറക്കിളും പരിശോധിച്ച് നോക്കൂ. അതിൽ ജനങ്ങളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന, ഉത്ബോധിപ്പിക്കുന്ന ഒരു ഘടകം നിശ്ചയമായും ഉണ്ടായിരിക്കും. ഈ ഒരു സംഭവവും അതുപോലെ തന്നെയാണ് എന്നാണ് ആദ്യമായി തന്നെ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇവിടെ യേശു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്. ശിഷ്യന്മാർ അവിടെ ശ്രദ്ധയിൽ ഇത് പെടുന്നുണ്ടെന്ന് യേശുവിനറിയാം. തൻ്റെ ഓരോ വാക്കും അവർ ശ്രദ്ധിക്കുന്നുണ്ട് എന്നറിയാം. പ്രത്യേകിച്ച് ദൂരദേശത്ത് നിന്നൊരു സ്ത്രീ ഒരു വലിയ പ്രശ്നവുമായി യേശുവിൻ്റെ അടുത്ത് വരുമ്പോൾ അവൻ എങ്ങനെയാണ് ഈ സാഹചര്യം കൈകാര്യം ചെയ്യുന്നത് എന്ന് വളരെ താല്പര്യത്തോടെ, കൗതുകത്തോടെ, ശ്രദ്ധയോടെ ശിഷ്യന്മാർ പരിഗണിക്കുന്നുണ്ട് എന്ന് അവനറിയാം. അതുകൊണ്ട് അവരുടെ ശ്രദ്ധയിൽ ശക്തമായി പതിക്കത്തക്കവണ്ണമാണ് യേശു ഈ സാഹചര്യം കൈകാര്യം ചെയ്തതെന്ന് സാന്ദർഭികമായി വളരെ വ്യക്തമാണ്. എന്തുകൊണ്ട് അപ്രകാരം ചെയ്തു? മാത്രവുമല്ല, ഈ കടന്നു വന്ന സ്ത്രീ അവൾ യേശുവിൻ്റെ അടുത്ത് വരുന്നുവെങ്കിലും അവളൊരു പ്രത്യേകമായ മതപര, സാംസ്കാരിക പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നവളാണ്. അവൾക്ക് അവളുടേതായ ധാരണകളും നിലപാടുകളുമുണ്ട്. അതെല്ലാവർക്കും ഉള്ളതുപോലെ അവൾക്കുമുണ്ട്. യേശുവിലെ അധ്യാപകൻ, ആധ്യാത്മിക ഗുരു, നാം യേശുവിൻ്റെ പഠിപ്പീരുകളെ ആകമാനം ശ്രദ്ധിച്ചാൽ ആളുകൾക്ക് വിജ്ഞാനം പകരുക മാത്രമായിരുന്നില്ല യേശു ചെയ്തത്. ആളുകൾ വെച്ച് പുലർത്തിയ കാഴ്ചപ്പാടുകൾ, സങ്കല്പങ്ങൾ, അനുമാനങ്ങൾ ഇവയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് തിരുത്തലിൻ്റെ അനുഭവത്തിലേക്ക്, അതിൽ കൂടെ ജനം പ്രാപിക്കാവുന്ന വിടുതലിൻ്റെ അനുഭവത്തിലേക്ക് ജനങ്ങളെ വഴി നടത്തുന്ന ഒരു സമീപനമാണ് യേശു എന്ന ഈ ഗുരു, റബായി അവലംബിച്ചത് എന്നത് വളരെ മനോഹരമായ ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ അധ്യാപക വൃത്തിയിൽ ജീവിതം കഴിച്ച വ്യക്തി ആയതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ വാചാലമായി എപ്പോഴും എന്നോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. അതിൽ ഞാൻ സന്തോഷിക്കുന്നു, ഞാൻ തൃപ്തനാണ്. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കുന്നത്, യേശു തൻ്റെ ശിഷ്യന്മാരെ പരിശീലിപ്പിക്കുകയാണ്, പഠിപ്പിക്കുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സ്ത്രീയെയും അത് എപ്രകാരമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം. ഇനി ഇതിലേക്ക് കടക്കുന്നതിന് മുൻപ് ആമുഖമായ ഒരു വാക്ക് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഈ ഒരു സംഭവത്തെ സാധാരണ കൈകാര്യം ചെയ്യുന്നത് യേശുവിൻ്റെ ദൗത്യം യഹൂദ നാട്ടിൽ മാത്രം പരിമിതപ്പെട്ട് നിൽക്കേണ്ടതാണ്. കാണാതെ പോയ ആടിനെ അന്വേഷിച്ചു വന്നു. അത് യഹൂദന്മാരുടെ ഇടയിലെ കാണാതെ പോയ ആട്. അതുകൊണ്ട് അപ്രകാരം യേശു ഒരു നിലപാടെടുത്തതിൽ അപാകതയൊന്നുമില്ല എന്ന് നാം ചിന്തിച്ച് ഇതിനെ പൊത്തുവരുത്തത്തിൽ പരിഗണിച്ച് അങ്ങ് തള്ളിക്കളയാനാണെങ്കിൽ ഇതിൻ്റെ ആഴമേറിയ അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. അങ്ങനെയാണ് മനസ്സിലാകാതെ പോയത് എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. കൂടുതലായിട്ടൊന്നും അതിനെപ്പറ്റി പറയുന്നില്ല. നമുക്കിനിയും
എന്താണ് യേശു തൻ്റെ ശിഷ്യന്മാരുടെ മനസ്സിനെ സംബന്ധിച്ചിടത്തോളവും തൻ്റെ സഹായം അഭ്യർത്ഥിച്ച് ദൂരദേശത്ത് വന്ന ഈ വിഷമം ജീവിതഭാരവും പേറിക്കൊണ്ട് വന്ന ഈ അമ്മയെ സംബന്ധിച്ചിടത്തോളവും യേശു എന്താണ് പഠിപ്പിക്കുന്നത്? ഇതാണ് നമ്മുടെ അന്വേഷണത്തിൻ്റെ ഏറ്റവും മുഖ്യമായ വശം. നാം ഇനിയും അതിൽ മാത്രം കേന്ദ്രീകരിച്ച് മുൻപോട്ട് പോകുകയാണ്. പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ, ഉത്ബോധിപ്പിക്കുക എന്ന് പറയുമ്പോൾ, ഇപ്പോഴൊരു സ്ഥിതി, ഇപ്പോഴൊരു അവസ്ഥ, ഇപ്പോഴൊരു കാഴ്ചപ്പാട്, ഇപ്പോഴൊരു സമ്പ്രദായമുണ്ട്. അതിൽ കാര്യമായ അപാകതയുണ്ട്, അപര്യാപ്തതയുണ്ട്, ബുദ്ധിശൂന്യതയുണ്ട്, അർത്ഥമില്ലായ്മയുണ്ട്. അതിൽ നിന്ന് നമുക്ക് മുൻപോട്ട് പോകണം. അതാണ് പഠിപ്പീര് എന്ന് പറയുന്നത്. ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കുമ്പോഴും അങ്ങനെയാണല്ലോ. ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോഴുള്ള അറിവ് പരിമിതമാണ്. അതിൽ നിന്ന് അവനെ അല്ലെങ്കിൽ അവളെ മുൻപോട്ട് കൊണ്ടുപോകുക എന്നതാണ് അധ്യാപക വൃത്തിയുടെ ഏറ്റവും സന്തോഷമേകുന്ന അനുഭവം, അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ വശം അവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ ആയിരിക്കുന്നിടത്തു നിന്ന് മുൻപോട്ട് പോവുക. ഒരു മാറ്റം സംഭവിക്കാത്തതൊന്നും പഠിപ്പീരാകയില്ല എന്നാണ് നാം ആദ്യം ഏറ്റവും പ്രാവർത്തികമായി മനസ്സിൽ കുറിക്കേണ്ട ഒരു സത്യം. അപ്പോൾ യേശു എപ്പോഴൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം ജനങ്ങൾ ഏതവസ്ഥയിലായിരിക്കുന്നു, അവിടെ നിന്ന് ഏതവസ്ഥയിലേക്കാണ് അവർ മാറേണ്ടത്, ഉയരേണ്ടത് എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം അല്ലെങ്കിൽ പരിഗണന. ഇത് നാം മനസ്സിൽ ചേർത്ത് പിടിച്ചെങ്കിൽ മാത്രമേ ഈ സംഭവത്തെ നമുക്ക് വേണ്ടതുപോലെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് യഹൂദ സംസ്കാരവും യേശുവിൻ്റെ സഹായം അഭ്യർത്ഥിച്ചു വന്ന ഈ മാതാവിന് കനാന്യ സംസ്കാരവും കേനനൈറ്റ് കൾച്ചർ നന്നായി അറിയാം. ഈ രണ്ട് സംസ്കാരങ്ങളുടെ ഫലങ്ങളാണ്, പ്രോഡക്ട്സാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ രണ്ട് സംസ്കാരങ്ങളുടെ സമന്വയം ഇവിടെ നടക്കുന്നു. രണ്ട് സംസ്കാരങ്ങളുടെ അഭിമുഖം ഇവിടെ, അല്ലെങ്കിൽ സമ്മേളനം ഇവിടെ നടക്കുന്നു എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. എന്നാൽ ഈ രണ്ട് സംസ്കാരങ്ങളുടെ അഭിമുഖം നടക്കുമ്പോഴും ഇതിൻ്റെ രണ്ടിൻ്റെയും പൊതുവായ ഘടകം ഒന്ന് തന്നെയാണ്, ഇതിൻ്റെ സ്വഭാവം ഒന്ന് തന്നെയാണ് എന്ന ഒരു യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. അതെന്താണ്? യഹൂദ മതത്തിൽ അതിൻ്റേതായ സംഘടനയുണ്ട്. ആ സംഘടന നടത്തിക്കൊണ്ടു പോകുന്ന ഔദ്യോഗിക ചുമതലയുള്ള പുരോഹിത വർഗമുണ്ട്. അവരുടേതായ താരിപ്പുകളും നടത്തിപ്പുകളുമുണ്ട്. അതുപോലെ തന്നെ കനാന്യ സംസ്കാരത്തിൽ അവരുടേതായ മതവും മതത്തിൻ്റെ സംവിധാനങ്ങളും ഈ മതത്തെ നടത്തിക്കൊണ്ടു പോകുന്ന ഔദ്യോഗിക വൃന്ദങ്ങളും ഉണ്ട്. ഇവയുടെയെല്ലാം പൊതുവായ ഘടകം ഒന്ന് തന്നെയാണ്. അവയുടെ കാഴ്ചപ്പാടും പ്രവർത്തന രീതിയും എപ്പോഴും സമമാണ്. സംസ്കാരങ്ങൾ മാറിയാലും, മതം മാറിയാലും, രാഷ്ട്രങ്ങൾ മാറിയാലും, കാലഘട്ടങ്ങൾ മാറിയാലും മാറാത്ത ഒരു തത്വമുണ്ട്. അത് നാം മനസ്സിലാക്കിയേ മതിയാകുകയുള്ളൂ. അതെന്താണ്? മതത്തിൻ്റെ ചുമതലയിലിരിക്കുന്ന ആളുകൾ, രാഷ്ട്രീയവും അപ്രകാരം തന്നെയാണ്, ഇവിടെ രാഷ്ട്രീയം പ്രതിപാദിക്കാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. മതത്തിൻ്റെ ചുമതലയിലിരിക്കുന്ന ആളുകൾ, അതായത് പുരോഹിത വർഗം, മതമേൽക്കോയ്മയുടെ ഉടമസ്ഥർ, അവർ ഈ മതസംവിധാനങ്ങളെ രൂപപ്പെടുത്തുന്നതും നയിക്കുന്നതും പ്രയോഗിക്കുന്നതുമെല്ലാം അവരുടെ നന്മയ്ക്ക് വേണ്ടി, അവരുടെ ഗുണത്തിന് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് പല പ്രശ്നങ്ങളുണ്ട്. ആദ്യമായിട്ട് അവർ അവരുടെ അധികാരം ഉപയോഗിക്കുന്ന വിധം നോക്കിയാൽ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ആയിരിക്കുകയില്ല, അവരുടെ ലാഭത്തിന് വേണ്ടി ആയിരിക്കും. രണ്ട്, അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ വളർച്ചയെപ്പറ്റി അവർക്ക് താല്പര്യമുണ്ടാകുകയില്ല, അവരുടെ അവസ്ഥ മെച്ചപ്പെടണമെന്ന് അവർക്ക് താല്പര്യമുണ്ടാകുകയില്ല. അവരായിരിക്കുന്ന അവസ്ഥയിൽ മാത്രം സന്ധിക്കുകയും അങ്ങനെ അവരെ ആശ്രയബോധത്തോടുകൂടെ വളർത്തി അതുകൊണ്ട് ഏതെല്ലാം വിധത്തിൽ പ്രയോജനം കൈപ്പറ്റാമോ അത് പ്രാപിച്ച് മുൻപോട്ട് പോകുക എന്നതിനപ്പുറത്ത് ചിന്തിക്കുവാൻ ചുമതലയിലുള്ള ആളുകൾക്ക്, ഈ സംവിധാനത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ആളുകൾക്ക്
ചിന്തിക്കാൻ പോലും സാധ്യമല്ല എന്ന ഒരു യാഥാർത്ഥ്യം. അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യത്തെ യേശു എങ്ങനെയാണ് ഇവിടെ അടയാളപ്പെടുത്തുന്നത്? യേശു പറയുന്നു, ഞാൻ ഇസ്രയേലിൻ്റെ കാണാതെ പോയ ആടിനെ അന്വേഷിച്ച് യഥാസ്ഥാനത്താക്കാൻ മാത്രം വന്നവനാണ് എന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം എന്താണ്? ഈ സ്ത്രീ വന്ന സംസ്കാരമാണെങ്കിലും, അതായത് കനാന്യ സംസ്കാരമാണെങ്കിലും, യേശുവിൻ്റെ ശിഷ്യന്മാർ ഉൾപ്പെട്ടിരുന്ന യഹൂദ സംസ്കാരമാണെങ്കിലും, ഇതിൻ്റെയൊക്കെ ചുമതലയിലിരിക്കുന്ന ആളുകൾ, ഇതിൻ്റെ മേൽക്കോയ്മയുടെ ലാഭം അനുഭവിക്കുന്ന ആളുകൾ, അവരുടെ കാഴ്ചപ്പാട് എപ്പോഴും പരിമിതമായിരിക്കും, സങ്കുചിതമായിരിക്കും. എൻ്റെ ആളുകൾ, എൻ്റെ ആടുകൾ, ആളുകൾ എന്ന് പോലും പറയില്ല, ആടുകൾ. ഇപ്പോൾ തന്നെ നമ്മുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പറയില്ലേ, മേരാ 140 കരോഡ് ദേശവാസി, എൻ്റെ 140 കോടി ജനം എന്ന് പറയും. അത് ആ 140 കോടി ജനങ്ങളെ ഓരോരുത്തരെയും കരുതിയിട്ടോ അവരുടെ വില മാനിച്ചിട്ടോ ഒന്നുമല്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ വലിപ്പം. ഞാൻ ആളുകൾ ഗൗനിക്കേണ്ട ഒരവസ്ഥയിലാണ്. എൻ്റെ പുറകെ 140 കോടി ആളുകളുണ്ടെന്ന് മാത്രമേ അതിനകത്ത് അർത്ഥമുള്ളൂ. എന്നാൽ ഈ 140 കോടി ജനങ്ങൾ വസിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഇതിൻ്റെ നന്മ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ജനമായിരിക്കുകയില്ല, അധികാരവർഗം തന്നെ ആയിരിക്കും. ഈ അധികാരവർഗത്തിൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ സാധാരണ ജനത്തിന് കിട്ടും. അതാണ് ഭരണമെന്ന് പറയുന്നത്. ആര് ഭരിച്ചാലും, ഏത് പാർട്ടി ഭരിച്ചാലും ഇതിനപ്പുറത്തൊന്നും നടക്കത്തില്ല എന്നാണ് ചരിത്രം നാളിതുവരെ നമ്മെ അറിയിക്കുന്നത്. ഇപ്പം രാജാവിൻ്റെ ഭരണമാണെങ്കിലും, പ്രഭുക്കന്മാരുടെ ഭരണമാണെങ്കിലും, ജനായത്ത ഭരണമാണെങ്കിലും ഇത് മാത്രമേ സംഭവിക്കുകയുള്ളൂ. ഭരണം ആര് കൈക്കലാക്കുന്നുവോ അവർക്കും അവരുടെ ശിങ്കിടികൾക്കും അവരുടെ അനുയായികൾക്കും ഏത് രാജ്യമാണോ അതിൻ്റെ വിഭവങ്ങളുടെ ഒട്ടുമുക്കാലും അവർക്ക് ലഭിക്കും. ബാക്കിയുള്ളവർക്ക് നക്കാപ്പിച്ച കിട്ടിയെങ്കിലായി, ഇല്ലെങ്കിലായി. ഇപ്പം നമ്മൾ രാജ്യത്തെപ്പറ്റി ഇപ്പോൾ ചിന്തിക്കേണ്ട, മതത്തെപ്പറ്റി ചിന്തിക്കാം. നമ്മൾ ഓരോരുത്തരും പെട്ടിരിക്കുന്ന സഭകളെപ്പറ്റി ചിന്തിക്കാം. ഒരു സഭ, മാർത്തോമാ സഭ ആയിക്കൊള്ളട്ടെ, CS ആയിക്കൊള്ളട്ടെ, കത്തോലിക്ക, ആരുമായിക്കൊള്ളട്ടെ, ഒരു സഭയുടെ ഘടന എങ്ങനെയാണ്? അതിൻ്റെ വിഭവങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? അതിലേറ്റവും മുകളിലിരിക്കുന്ന ആളുകൾക്ക് രാജതുല്യമായി ജീവിക്കാനുള്ള അവകാശമുണ്ടെന്ന് നാം എല്ലാവരും അങ്ങ് സമ്മതിക്കുകയാണ്. ഒരു മെത്രാനെ സന്ധിക്കുന്നതിന് വേണ്ടി ഒരു സഭ സഹിക്കേണ്ട ഭാരം എത്ര വലുതാണെന്ന് നിങ്ങൾക്കറിയാമോ? എന്ന് മാത്രവുമല്ല, അങ്ങനെ സുഖിച്ചു വാഴുന്ന മെത്രാൻ അവൻ്റേതായ ശിങ്കിടികളുണ്ട്. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശിങ്കിടികൾ. ഒരു ഉദാഹരണം പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകും. ഇപ്പോൾ CSI സഭയ്ക്കാണെങ്കിലും, മാർത്തോമാ സഭയ്ക്കാണെങ്കിലും, ഓർത്തഡോക്സ് സഭയ്ക്കാണെങ്കിലും ഒക്കെ കേരളത്തിന് വെളിയിലുള്ള, ഭാരതത്തിന് വെളിയിലുള്ള കോൺഗ്രിഗേഷൻസ് ഉണ്ട്, ഓവർസീസ് കോൺഗ്രിഗേഷൻസ് ഉണ്ട്. അവിടെ പോയാൽ അച്ഛന്മാർക്ക് വലിയ കോളാണ്, വലിയ ലാഭം ഉണ്ടാക്കാൻ. അപ്പോൾ ആരെയാണ് അങ്ങോട്ട് വിടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? തിരുമേനിമാരുടെ ഇഷ്ടതോഴന്മാരെയാണ് അങ്ങോട്ട് വിടുന്നത്. അപ്പോൾ കാരണം തിരുമേനി അവിടെ ചെല്ലുമ്പോൾ തിരുമേനി അതുപോലെ രാജാവിനെ പോലെ കരുതണം, തിരുമേനിക്ക് ഇഷ്ടം പോലെ കൊടുക്കണം, സന്ധിക്കണം, തിരുമേനിയെ തലേ കൊണ്ട് നടക്കണം. അങ്ങനെയൊക്കെ വരണമെങ്കിൽ തിരുമേനിയുടെ തോഴന്മാരാണ് അതിന് കുറച്ചുകൂടെ സൗകര്യപ്പെടുന്നത്. അപ്പോൾ ഒരു സഭ നടത്തുന്നതിൻ്റെ യഥാർത്ഥത്തിലുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ, ഇത് തലപ്പത്തിരിക്കുന്ന ആളുകളുടെ മേന്മയ്ക്ക് വേണ്ടി നടത്തപ്പെടുന്നു. അതിനുശേഷം ആ തലപ്പത്തിരിക്കുന്ന ആളിൻ്റെ ഇഷ്ടതോഴന്മാർക്കുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു. അവർക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ, ഭൗതികമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. ബാക്കി ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരോ അവരവിടെ പഴയ പോലെ കിടക്കത്തേ ഉള്ളൂ. പഴന്തുണി പോലെ അവർ കിടക്കുകയാണ്. ഒരു മെത്രാൻ മാറി മറ്റു മെത്രാൻ വന്നു, ഒരു വ്യത്യാസവും ഉണ്ടാകുകയില്ല. ഒരു പുരോഹിതൻ മാറി മറ്റു പുരോഹിതൻ വന്നു, ഒരു വ്യത്യാസം ഉണ്ടാകില്ല. കുറച്ചുകൂടി ശല്യം ഉണ്ടായേക്കും, അത് സാധ്യമാണ്. നന്മ ഉണ്ടാകില്ല, യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്നാണ് യേശു പറയുന്നത്. ഇതിൻ്റെ ഓർഗനൈസിങ് പ്രിൻസിപ്പിൾ, ഇതിനെ സംവിധാനം ചെയ്തിരിക്കുന്ന മർമ്മം എന്താണ്? സ്വാർത്ഥതയാണ്.
ഇംഗ്ലീഷിൽ ഇതിന് ഈഗോയിസം എന്ന് പറയും. സെൽഫിഷ്നെസ് മാത്രമല്ലത്, ഈഗോയിസം. അതായത് ഒരു മനുഷ്യൻ്റെ ഹുങ്ക്. ഒരാളെ ഒരു മെത്രാനായി വാഴിച്ചു കഴിഞ്ഞാൽ പിന്നെ യേശുവിൻ്റെ വിനയമല്ല നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്, ആ തലപ്പത്തിരിക്കുന്ന ആളുടെ ഹുങ്കാണ് നിങ്ങൾ കാണുന്നത്, അവൻ്റെ ഈഗോയിസമാണ് കാണുന്നത്. അപ്പോൾ തിരുമേനിക്ക് ഇഷ്ടമില്ലാത്തൊരു വാക്ക് പറഞ്ഞാൽ അപ്പോൾ വിവരം അറിയും. അങ്ങനെ വിവരം അറിഞ്ഞ ആളാണ് ഞാൻ. അതുകൊണ്ടാണ് അനുഭവത്തിൽ കൂടെ എനിക്ക് പറയാൻ കഴിയുന്നത്. ഇത് പരാതിയായിട്ട് പറയുന്നതല്ല, ഇത് വാസ്തവികതയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു സഭയെ ആകപ്പാടെ ഇങ്ങനെ രൂപീകരിച്ച് വെച്ചിരിക്കുന്നത് തലപ്പത്തിരിക്കുന്ന, അധികാരത്തിലിരിക്കുന്ന, യേശുവിനില്ലാത്തൊരു കാര്യമായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഭൗതികമായ അധികാരം, കസേരയുടെ അധികാരം, പണത്തിൻ്റെ കൊഴുപ്പ്. അപ്പോൾ തലപ്പത്തിരിക്കുന്ന ആളുകളുടെ സുഖത്തിനും സ്വാധീനത്തിനും സൗകര്യത്തിനും ആയിട്ടും പിന്നെ അവരുടെ ശിങ്കിടികളുടെ സൗകര്യത്തിനായിട്ടുമാണ് ഇത് മുഴുവൻ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് എന്നത് യഹൂദ മതത്തെ സംബന്ധിച്ച് യേശുവിൻ്റെ ശിഷ്യന്മാരും കനാന്യ രാജ്യത്തുണ്ടായ മതസംവിധാനങ്ങളെപ്പറ്റി അതിൻ്റെ പ്രതിനിധിയായി വന്ന ഈ സ്ത്രീ മനസ്സിലാക്കണം എന്നാണ് യേശു ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് യഹൂദ നാട്ടിലാണെങ്കിലും കനാന്യ ദേശത്താണെങ്കിലും ഇത് തന്നെയാണ് അവസ്ഥ. ജനങ്ങളെ കരുതുന്നെന്നും ജനങ്ങൾക്ക് വേണ്ടി രാജപാല ശുശ്രൂഷ ചെയ്യുന്നൊക്കെ നാവുകൊണ്ട് പറയുകയും കാര്യത്തോടെടുക്കുമ്പോൾ നേരെ മറിച്ചാണ് എക്കാലത്തും ഈ മനുഷ്യനിർമ്മിതമായ സംവിധാനങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന ചരിത്ര യാഥാർത്ഥ്യം തൻ്റെ ശിഷ്യന്മാർ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് യേശു ആദ്യം ഈ സ്ത്രീയോട് മിണ്ടാതിരുന്നത്. അപ്പോൾ അവളോട് സംവാദിക്കാനോ അവൾക്ക് നന്മ ചെയ്യുവാനോ യേശു താല്പര്യമില്ലായിരുന്നെങ്കിൽ ആളോട് പറയാമായിരുന്നു, എന്നെ ശല്യം ചെയ്യാതപ്പോൾ എനിക്ക് കുറേ പണിയുണ്ടെന്ന് പറയാമായിരുന്നു. മിണ്ടാതിരിക്കേണ്ട കാര്യം എന്താണ്? മിണ്ടാതിരിക്കുന്നത് യേശുവിൻ്റെ അതിമനോഹരമായ ഒരു സമീപനമാണിത്. യേശു മിണ്ടാതിരുന്നത് എന്തിനാണ്? തൻ്റെ ശിഷ്യന്മാരെ അതിലേക്ക് ആനയിക്കുന്നതാണ്. ഹിസ് സൈലൻസ് വാസ് ആൻ ഇൻവിറ്റേഷൻ ടു ഹിസ് ഡിസൈപ്പിൾസ് ടു എൻറ്റർ ദ ഡയലോഗ്. ആ അനുഭവം വളരെ മനോഹരമാണ്. നിങ്ങളിത് ആലോചിച്ചാൽ യേശുവിൻ്റെ ഓരോ സമീപനങ്ങൾ, സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന വിധങ്ങൾ നാം ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ്. യേശു ആ സ്ത്രീയോട് പ്രതിപാദിക്കാതിരുന്നത് കൊണ്ടാണ് അവൻ്റെ ശിഷ്യന്മാർ അതിനകത്ത് പ്രവേശിച്ചത്. അപ്പോൾ അവരും അതിൻ്റെ ഭാഗമായി തീരുകയാണ്. അങ്ങനെ അവർ അതിൻ്റെ ഭാഗമായി തീർന്നത് കൊണ്ട് അവർ ജനിച്ചപ്പോൾ മുതൽ ഇന്ന് വരെയും കണ്ടിട്ടുള്ള യഹൂദ മത സംവിധാനം അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിൻ്റെ ഈ ശ്രേണീബദ്ധമായ നേതൃത്വം, റിലീജിയസ് ഹയറാർക്കി, അതിൻ്റെ ഏറ്റവും മുകളിലിരിക്കുന്ന ആൾ രാജതുല്യമായിരിക്കുന്നു, ബാക്കിയുള്ളവരൊക്കെ അദ്ദേഹത്തിൻ്റെ കീഴിൽ കിടക്കുന്നു, പാവപ്പെട്ടവർ ആളുകൾ അവഗണിക്കപ്പെടുന്നു. യേശു അന്നത്തെ യഹൂദൻ്റെ അവസ്ഥ നോക്കിയപ്പോൾ അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ വലഞ്ഞ് ഇരിക്കുന്നു എന്നല്ലേ പറയുന്നത്. ആ യാഥാർത്ഥ്യം അത് യേശുവിനെ സംബന്ധിച്ചിടത്തോളം മർമ്മഭേദകമാണ്. ആ യാഥാർത്ഥ്യം സംഭവിക്കുന്നത് ഇപ്രകാരമുള്ളൊരു സംവിധാനം, ഒരു ഘടന, ഒരു സ്ട്രക്ചർ മതമേഖലയിൽ സ്ഥിതി ചെയ്യുന്നിടത്തോളം സാധാരണ വിശ്വാസിയുടെ അവസ്ഥ ഇത് മാത്രമായിരിക്കും എന്ന ഒരു തിരിച്ചറിവാണ് തൻ്റെ ശിഷ്യന്മാർക്ക് അനുഭവത്തിൽ കൂടെ പ്രദാനം ചെയ്യുവാൻ യേശു കരുതിയത് എന്നത് ആരും പ്രസ്താവിക്കുന്നില്ല. അതുപോലെ തന്നെ കനാന്യ ദേശത്ത് നിന്ന് വന്ന സ്ത്രീ, അവൾക്കും അവളുടേതായ മതമുണ്ട്. അവളും ആ മത സംവിധാനത്തിൻ്റെ ഒരു ഇരയായിരുന്നു. എന്തുകൊണ്ടാണ് അവൾക്ക് ഈ പ്രശ്നമുണ്ടായിട്ട് അവൾ ആത്മാർത്ഥമായി വിശ്വസിക്കുകയും ഉള്ളതിൻ്റെ എല്ലാ പങ്കും കൊടുത്ത് സംരക്ഷിക്കുകയും ചെയ്ത മത സംവിധാനത്തിന് അവളുടെ ജീവിത പ്രശ്നത്തോടൊന്ന് ഇടപെടുവാൻ കഴിയില്ലാതെ അവളെ കൈയൊഴിഞ്ഞതല്ലേ? അതുകൊണ്ടല്ലേ അവളിങ്ങനെ ഓടി ഇവിടെ വരേണ്ടി വന്നത്. അപ്പോൾ ആ ഒരവസ്ഥ ജനങ്ങളുടെ മനസ്സിൽ തറഞ്ഞു നിൽക്കുന്നതിന് വേണ്ടി ഈ സാഹചര്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് യേശു വിഭാവന ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഒരിക്കലും മറക്കാത്ത വിധത്തിലുള്ള മൂർച്ചയേറിയ വാക്കുകൾ ഉപയോഗിക്കുന്നത്. ഇസ്രയേൽ ഗൃഹത്തിൻ്റെ കാണാതെ പോയ ആടുകളെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനാണ് ഞാൻ വന്നത്. കാരണം യഹൂദന്മാരുടെ മതത്തിൽ അവർക്ക് അവരെപ്പറ്റി മാത്രമേ കരുതലുണ്ടായിരുന്നുള്ളൂ. യൂതനല്ലാത്തവൻ മനുഷ്യൻ പോലും അല്ല, അവന് മാനുഷികമായ പരിഗണന പോലും അർഹിക്കുന്നില്ല. അതാണ് യഹൂദൻ്റെ ആത്യന്തികമായ വിശ്വാസം. അപ്പോൾ യഹൂദനെ കൊണ്ട്
യഹൂദനല്ലാത്ത ഒരുത്തിനും ഒരു നന്മയും ഉണ്ടാകരുത്. അത് യഹൂദൻ്റെ സ്വാർത്ഥതയാണ്. ആ സ്വാർത്ഥതയാണ് അവൻ്റെ മതത്തിൻ്റെ അംശമായി അവൻ കണ്ടത്. എന്നാൽ അങ്ങനെ ആകരുത്. ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യം, നിങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്ന ഈ മതസംവിധാനം ആകെപ്പാടെ സ്ഥിതി ചെയ്യുന്നത് എൻ്റെ തലപ്പത്തിരിക്കുന്ന ചില ആളുകളുടെ നന്മയ്ക്കും സുഖത്തിനും വേണ്ടി മാത്രമാണ് എന്ന് ജനം തിരിച്ചറിയണം എന്നതാണ് ഈ സംഭവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അംശം. ഇനിയും ആ പെൺകുട്ടിയുടെ അവസ്ഥ നോക്കുമ്പോൾ അവളെ പിശാച് അലട്ടുന്നു. ഈ പിശാച് എന്താണ്? അവളായിരിക്കുന്ന സംവിധാനത്തിൻ്റെ സ്വഭാവമാണ് ഈ പിശാച്. മനുഷ്യനെ അലട്ടിക്കൊണ്ട് മാത്രമേ തലപ്പത്തിരിക്കുന്ന ആൾക്ക് സുഖിച്ച് അർമാദിച്ച് ജീവിക്കാനൊക്കത്തുള്ളൂ. നാം ഇന്നും മനസ്സിലാക്കാത്ത കാര്യം, നാം വളരെ താലോലിച്ച് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മതസംവിധാനം കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ യുവതി യുവാക്കന്മാർക്ക് ഭ്രാന്ത് പിടിക്കുകയാണെന്ന് മനസ്സിലാക്കുക. നമ്മൾ അവരോട് ചെയ്യുന്ന അപരാധം വളരെ വലുതാണ്. ആ കനാന്യ സ്ത്രീയുടെ മകൾ ആ ദുരവസ്ഥയിലായിത്തീരാൻ കാരണം അവളായിരിക്കുന്ന സംവിധാനം തന്നെയാണ്. അതവൾക്ക് മനസ്സിലായെങ്കിൽ മാത്രമേ അവളുടെ മകൾക്ക് രോഗശാന്തി വരികയുള്ളൂ. അത് മനസ്സിലാകത്തക്കവണ്ണം അവൾ ഇടപെടുമ്പോൾ അവൾ പറയുന്നുണ്ട്, ശരിയാണ് യജമാനനെ, നായ്ക്കുട്ടികളും യജമാനൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ ഭക്ഷിച്ച് ജീവിക്കുന്നില്ലേ, ഞാൻ അങ്ങനെ ജീവിച്ചവളാണ്, അതാണ് ഞങ്ങളുടെ അവസ്ഥ. അങ്ങനെയാകുമ്പോഴാണ് യേശു പറയുന്നത്, നീ അങ്ങനെ നായ്ക്കുട്ടിയെപ്പോലെ കഴിയേണ്ടവളല്ല. ഒരു വിശ്വാസിയും ഒരു നായ്ക്കുട്ടിയെപ്പോലെ കഴിയേണ്ട ഗതികേട് അനുഭവിക്കരുത്. പക്ഷെ അങ്ങനെയാണ് ഇന്നും നമ്മുടെ അവസ്ഥ. സാധാരണ വിശ്വാസി ഒരു നായ്ക്കുട്ടിയെപ്പോലെയാണ്. യജമാനൻ്റെ മേശയിൽ നിന്ന് വല്ലപ്പോഴും ഒരു അപ്പനുറുക്ക് വീണാൽ ആയി, അല്ലെങ്കിൽ ഇല്ല, അത്രമാത്രം. പാവപ്പെട്ടവനെ കരുതുന്ന ഒരു മത നേതൃത്വം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ സഭയിലുണ്ടോ? ഒരു പണക്കാരൻ്റെ മകള് കല്യാണം കഴിച്ചാൽ വരും, തിരുമേനി എഴുന്നള്ളും. ഒരു പാവപ്പെട്ടവൻ്റെ ശവം വീണ് കിടന്നാൽ തിരുമേനി നോക്കത്തില്ല. മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ നാം തിരിച്ചറിയണം. എന്നാൽ മാത്രമേ നമുക്ക് വിടുതലുണ്ടാകുകയുള്ളൂ. തിരിച്ചറിവിൽ കൂടെയാണ് വിടുതൽ, തിരിച്ചറിവിൽ കൂടെയാണ് രോഗശാന്തി. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പോയാൽ ഈ ഭ്രാന്ത് തുടർന്നുകൊണ്ടേയിരിക്കും എന്നതാണ് ഈ സംഭവത്തിൻ്റെ പൊരുൾ എന്ന് മാത്രം ഹ്രസ്വമായി സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. കൂടുതലായി അനുബന്ധമായി വളരെയധികം ചിന്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിൻ്റെ ഒരു ആരംഭം മാത്രം പ്രദാനം ചെയ്തുകൊണ്ട് ഈ ശുശ്രൂഷ ഞാൻ ഇപ്പോൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം.